30 ദേവതകളിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ നമുക്ക് പറഞ്ഞാൽ സൂര്യഭഗവാനെ അല്ലാതെ വേറൊരു ദേവതയും നമുക്കില്ല. 30 ദേവതകളും ആരാധിക്കുന്നത് പ്രത്യക്ഷ ദൈവമായ സൂര്യനെയാണ്. 14 ജില്ലകളിൽ അല്പമെങ്കിലും ഞായറാഴ്ച തോറും പൊങ്കാല സമർപ്പണം നടത്തുന്ന ഒരു ജില്ല പാലക്കാടാണ്. നല്ല ചുവന്ന തെറ്റിപ്പൂ കൊണ്ടാണ് സൂര്യഭഗവാന് പൊങ്കാലയിൽ മുക്കി നിവേദിക്കാൻ. 100% വൃത്തിയോടുകൂടിയ ഈ സൂര്യന് പൊങ്കാല സമർപ്പണം നടത്താവും. 24 മണിക്കൂറും അന്ധകാരം, ഇരുട്ട്. അത്രമാത്രം ഊർജം സൂര്യഭഗവാനിലുണ്ട്. നമസ്കാരം സ്വാമിജി. നമസ്തേ. നമ്മള് സൂര്യദേവനെ ഉപാസിക്കുന്ന നമ്മുടെ പണ്ട് ഉള്ള ആചാരമാണ്. എന്താണ് സൂര്യോപാസന? അപ്പൊ ആ സൂര്യോപാസന ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് സാധാരണ നമുക്ക് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സൂര്യോപാസന നടത്തിയിരുന്ന എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ ശരിയാണെങ്കിൽ ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്നുവെങ്കിലും അതിൻ്റെ വശത്തേക്ക് നമ്മൾ കടക്കാതെ നിന്നു കഴിഞ്ഞാൽ ഈശ്വര ഉപാസനയുടെ കാര്യത്തിൽ കേരളീയർ മുൻപന്തിയിലായിരുന്നു. ഇപ്പോഴല്ല. ഞായറാഴ്ച ദിവസം, മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയോ രണ്ടാമത്തെ ഞായറാഴ്ചയോ മുടങ്ങാതെ ആദിത്യപ്രീതിക്കായി ഭവനാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടത്തിയിരുന്നവരാണ് കേരളീയർ. അന്ന് കേരളീയർക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 5-8 വർഷങ്ങൾക്കിപ്പുറം അതങ്ങ് കേരളീയത്തിലെ അമ്മമാരതങ്ങ് നിർത്തി. 30 ദേവതകളിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ നമുക്ക് പറഞ്ഞാൽ സൂര്യഭഗവാനെ അല്ലാതെ വേറൊരു ദേവതയും നമുക്കില്ല. ഉള്ളത് ശിലാരൂപങ്ങൾ മാത്രമാണ്. വെറും ശിലയല്ല, പരബ്രഹ്മ ചൈതന്യത്തെ ആവാഹിച്ച് അതിൽ കുടിയിരുത്തിയിരിക്കുന്നത് കൊണ്ടാണല്ലോ അതിൻ്റെ വിഗ്രഹം എന്ന് നമ്മൾ വിളിക്കുന്നത്. വിശേഷേണ ഗ്രഹിക്കപ്പെടുന്ന വസ്തു ബ്രഹ്മചൈതന്യമാണ്. അപ്പം അത് വിഗ്രഹം തന്നെ, അതിൽ ജീവനുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ പ്രത്യക്ഷ ദൈവം ഏത് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയുന്ന ഒരൊറ്റ ഉത്തരം സൂര്യഭഗവാനാണെന്നാണ്. അല്ലേ? 30 ദേവതകളും ആരാധിക്കുന്നത് പ്രത്യക്ഷ ദൈവമായ സൂര്യനെയാണ്. അഗസ്ത്യ മുനി പോലും നിത്യവും മുടങ്ങാതെ 2 നേരവും സൂര്യോപാസന നടത്തുമായിരുന്നു. അഗസ്ത്യർ മഹാദേവന്റെ അർത്ഥാവതാരങ്ങളിൽപ്പെട്ട മഹാശക്തിയാണ് അഗസ്ത്യമുനി. അദ്ദേഹത്തിന് അസാധ്യമായിട്ട് ത്രിലോകങ്ങളിലൊന്നുമില്ല. അങ്ങനെയുള്ള മഹായോഗീശ്വരനായ അഗസ്ത്യർ പോലും സൂര്യനെ ഉപാസിച്ചിരുന്നതായി നമുക്ക് പുരാണങ്ങൾ കാണാം. അപ്പൊ സൂര്യനാണ് പ്രത്യക്ഷ ദൈവം. ആ പ്രത്യക്ഷ ദൈവമായ സൂര്യനെ ആരാധിച്ചു പോന്നിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ഗൃഹങ്ങളിൽ കൊടിയ വിപത്തുകളോ ദോഷങ്ങളോ ഉണ്ടായിരുന്നില്ല. വൃത്തികെട്ട ആളുകളുമായിട്ടുള്ള മോശമായ സമ്പർക്കവും പക്ഷിമൃഗാദികളുടെ മൃതശരീരങ്ങൾ വേവിച്ചു തിന്നുന്ന വൃത്തികെട്ട സ്വഭാവവും കേരളീയർ എന്ന് സ്വീകരിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങി ആപത്ത്. സൂര്യോപാസന നടത്തി. എന്തിനാ? സൂര്യൻ പ്രകാശം തരയല്ലേ. ഇനിയിപ്പോൾ അദ്ദേഹത്തെ മാനിച്ചിട്ട് എന്ത് കാര്യം? നമുക്കെല്ലാം ഉണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ. ഇതൊക്കെ ഒരു നിമിഷം കണ്ണടച്ച് തുറക്കുന്ന മാത്രമേ ഇതെല്ലാം നശിച്ചു പോകുമെന്ന് മൂഢരായ ആളുകൾ അറിയുന്നില്ല. അപ്പൊ സൂര്യനെ ഇന്നും പാലക്കാട്, കേരളത്തിലെ 14 ജില്ലകളിൽ അല്പമെങ്കിലും ഞായറാഴ്ച തോറും പൊങ്കാല സമർപ്പണം നടത്തുന്ന ഒരു ജില്ല പാലക്കാടാണ്. ഒത്തിരി ഞാൻ സന്ദർശിച്ചിട്ടുള്ളവനും അവിടെ പല പ്രഭാഷണങ്ങളും നടത്തിയിട്ടുള്ള ആളുമാണ്. അപ്പം അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ഏറെക്കുറെ അറിയാം. പാലക്കാട് ജില്ലയിലെ പ്രത്യേക ചില പ്രദേശങ്ങൾ, ഹൈന്ദവ സമൂഹം മാത്രം ജീവിക്കുന്ന ഇടങ്ങളിൽ അവർ ഇപ്പോഴും സൂര്യോപാസന നടത്തുന്നുണ്ട്. ഞായറാഴ്ച തോറും പൊങ്കാല കൊച്ചു കുട്ടികളത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മമുഹൂർത്തം കഴിഞ്ഞ് സരസ്വതീയാമം കഴിയുന്നതോട് കൂടിയാണല്ലോ ഉഷസ് എന്ന് പറയുന്ന ആ അതായത് സൂര്യൻ പൂർവ്വദിക്കിൽ നിന്ന് പതുക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥ ഉഷസ്.
ആ മുഹൂർത്തം വരുന്നത്. ആ സമയത്ത് ഇപ്പം ഗണപതി നമ്മൾ ഉപാസിക്കുന്നത്, ഗണപതി ഹോമം നടത്തുന്നയാള് സൂര്യമണ്ഡലത്തിൽ നിന്നാണ് ഗണപതി ഭഗവാനെ ആവാഹിക്കുന്നത്. ഇത് ഗണപതി ഹോമം നടത്തുന്നവർക്ക് അറിയാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഗണപതിയെ ആവാഹിക്കുന്നത് സൂര്യമണ്ഡലത്തിൽ നിന്നാണ്. ആവാഹിച്ച് ഈ അഗ്നികുണ്ഡത്തിൽ ഇരുത്തിയിട്ട് ഭഗവാന് നമ്മൾ എന്ത് ചെയ്യാണ്, തേങ്ങ, അവര് തുടങ്ങിയ വസ്തുക്കൾ ഭഗവാന്റെ വാക്യകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് കഴിക്കാൻ. ഇതാണല്ലോ എത്ര പരിപാവനമായ മഹത്തായ സങ്കല്പവും നോക്കണം. അപ്പൊ ഭഗവാൻ പ്രീതിപ്പെട്ടു. ഇതാരാണോ ചെയ്തത് അവർക്ക് അവരുടെ അഭീഷ്ടങ്ങൾ ഭഗവാൻ സാധിച്ചു കൊടുത്തു. ഇതാണ് അതിൻ്റെ ഫലം. അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മുടെ വിഷയ സൂര്യനാണല്ലോ. അപ്പം അനന്തകോടി കിരണങ്ങളോടുകൂടി ഈ 14 ലോകത്തെയും പ്രോജ്വലിപ്പിക്കുന്ന, പ്രകാശപൂരിതമാക്കുന്ന ഒരു മഹാശക്തിയാണ് സൂര്യഭഗവാൻ. വാസ്തവത്തിൽ ഏകാന്തമായി ഒരിടത്തിരുന്നിട്ട് സൂര്യഭഗവാനെ കുറിച്ച് വിചാരിച്ചാൽ, നമ്മൾ സ്മരിച്ചാൽ നമ്മൾ ഞെട്ടും. കാരണം ഈ ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കണം. 24 മണിക്കൂറും അന്ധകാരം, ഇരുട്ട്. സൂര്യഭഗവാൻ വിചാരിക്കുകയാണ്, എൻ്റെ തേരോട്ടം ഒരു ദിവസം അങ്ങ് നിർത്താം. എത്രയോ കാലങ്ങളായി, യുഗാന്തങ്ങളായി ഞാനിങ്ങനെ ഈ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അല്പം ഒന്ന് വിശ്രമിക്കാമെന്ന് സൂര്യഭഗവാൻ വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തേരൊന്ന് നിശ്ചലമാക്കിയാൽ the consequences will be dangerous. ഭയങ്കരമായ അനന്തര ഫലമായിരിക്കും, നമ്മൾ ഞെട്ടിപ്പോകുന്നതായിരിക്കും. അപ്പൊ ആ ഭഗവാനെ, അതായത് സൂര്യപ്രകാശം, നിലാവെളിച്ചം, അല്ലേ, വൃക്ഷലതാദികളിലൂടെ വിശിഷ്ടങ്ങളായ ഫലമൂലാദികൾ, ജലം, ഇതെല്ലാം തന്ന് നമ്മെ കരുതലോടും അരിമയോടും കൂടി പോറ്റി വളർത്തുന്ന പ്രപഞ്ചത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് സൂര്യഭഗവാൻ. ഈ സൂര്യഭഗവാനിൽ നിന്ന് എന്തെല്ലാം നമുക്കെടുക്കാം. ഈ ലോകത്തിന് വേണ്ട മുഴുവൻ വൈദ്യുതിയും സൂര്യഭഗവാനിൽ നിന്നുകൊണ്ട് അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താമെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അത്രമാത്രം ഊർജം സൂര്യഭഗവാനിലുണ്ട്. അങ്ങനെയുള്ള ഈ 14 ലോകത്തെയും പ്രോജ്വലിപ്പിക്കുന്ന, പ്രസരിപ്പിക്കുന്ന ഈ സൂര്യഭഗവാൻ, ആ സൂര്യഭഗവാനെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് നമസ്കരിച്ച്, ഭൂമിയെ ഒന്ന് നമസ്കരിച്ച്, ഇത്രയും ഉപകാരങ്ങൾ ചെയ്യുന്ന മക്കളായ നമുക്ക് നമ്മുടെ നമസ്കാരം കൊടുത്ത അമ്മയെ, ഭൂമിദേവിയെയും സൂര്യഭഗവാനെയും പ്രീതിപ്പെടുത്താൻ പോലും നമുക്ക് മനസ്സില്ല. ഭൂമിയെ തൊട്ട് ഭൂമി നമസ്കാരം ചെയ്യുന്നവരും സൂര്യ നമസ്കാരം ചെയ്യുന്നവരും 1000-1 എന്ന കണക്കിനുണ്ടോ എന്ന് തന്നെ സംശയമാണ് കേരളത്തിൽ. അത്രയ്ക്ക് കേരള സംസ്കാരം ദുഷിച്ചു പോയി, അത്രയ്ക്ക് മോശമായി പോയി ജീവിതം. ഉണ്ണാനും ഉടുക്കാനുള്ള വകയെല്ലാം ഭൂമിദേവി വേണ്ടുവോളം കൊടുത്തിട്ടും ഇതൊന്നും വേണ്ട വിധത്തിൽ ഉപാസിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഉഷസ് എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകുന്ന ആ മുഹൂർത്തത്തിൽ എന്ത് ചെയ്യണം? മൺകലത്തിലോ ചെമ്പ് പാത്രത്തിലോ നെല്ല് കുത്തിയ അരി, ഉണക്കലരി എന്ന് പറയും, അതാണ് ഉപയോഗിക്കുന്നത് പൊങ്കാലയ്ക്ക്. അതിൽ പലയിടത്തും പല വസ്തുക്കളാണ് മാറി മാറി. ചിലയിടത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ, ചിലയിടത്ത് അത് വേണ്ട എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും കദളിപ്പഴം, ഒരു കദളിപ്പഴമെങ്കിലും ഇട്ടിരിക്കണം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്വാമിജി കദളിപ്പഴത്തിന് വരുന്ന പഴം തുണപ്പഴം ആയാലും പോരെ, 2 പഴമല്ലേ? അപ്പം അതിലൊന്നും നമുക്ക് മറുപടിയില്ല. യഥാർത്ഥത്തിൽ ഒരു കദളിപ്പഴമെങ്കിലും ഉപയോഗിക്കണം, ഇളം തേങ്ങ വേണം, പാല് ചേർത്തിരിക്കണം, 1 സ്പൂൺ നെയ്യെങ്കിലും, പശുവിൻ നെയ്യ് തന്നെ ചേർക്കണം. ഇതെല്ലാം ചേർന്ന് ഏലക്ക, ഉണക്കമുന്തിരിങ്ങ, ഇതെല്ലാം ചേർത്ത് അത് എല്ലാം ശുദ്ധിയാക്കി കഴുകി വൃത്തിയാക്കി അത് പൊങ്കാലയാക്കി സൂര്യഭഗവാന് നിവേദിക്കണം. നല്ല ചുവന്ന തെറ്റിപ്പൂ കൊണ്ടാണ് സൂര്യഭഗവാന് പൊങ്കാലയിൽ മുക്കി നിവേദിക്കാൻ. പണ്ടങ്ങനെയായിരുന്നു, അത് ഉറപ്പാണ്. എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേച്ചിമാരും ഇത് ചെയ്യുമായിരുന്നു. അപ്പം അതാണ് പൊങ്കാല സമർപ്പണം. ഓം ആദിത്യായ നമ, ഓം അർക്കായ നമ,
ഓം ജാതവേദസ്സേ നമ. പാദവസ്ഥ ജാതവേദസ് അഗ്നിയാണ്, സൂര്യൻ അഗ്നിയാണല്ലോ. ഇങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി നന്നായിട്ട് 21 പ്രാവശ്യം തെറ്റിപ്പൂ കൊണ്ട് ഈ പൊങ്കാലയിൽ മുക്കി ഒരു ഇലയിൽ വെക്കും ഇത്. എന്നിട്ട് ആണ് ഈ ഇത് അവസാനിപ്പിക്കണത്. ചിലർ 41 ചെയ്യും. അങ്ങനെ ചെയ്യും. അതിനൊരു താന്ത്രികത്തിൽ വേറൊരു പൂജ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ മാറ്റാം. അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. അതാണ് കാര്യം. ഈ തെറ്റിപ്പൂ കഴിക്കുന്നവരുണ്ട് എത്ര വ്രതം നിന്ന്. അത് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ക്ഷുദ്രാഭിചാര കർമ്മങ്ങളൊക്കെ സ്ഥലം വിടും. ആ ആളിൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ രോഗമുക്തിയാണ്. അതിനൊരു വിധിയുണ്ട്. അതങ്ങനത്തെ ഒരു വിധിയാണ്. അപ്പം അത് എല്ലാം അങ്ങോട്ട് താന്ത്രികത്തിൽ നമുക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അതിന് ഒരു നിയന്ത്രണമുണ്ടത്. ഏതായാലും ഈ വിധത്തിൽ സൂര്യോപാസന ചെയ്യാമെങ്കിൽ ആ കുടുംബത്തിൽ രോഗമുക്തിയും വരും, രോഗമുക്തി ഉണ്ടാവും, ഐശ്വര്യവും വരും, ദാരിദ്ര്യം മാറും. പക്ഷെ അതിന് വേണ്ടത് ശുദ്ധിയും വൃത്തിയുമാണ്. 100% വൃത്തിയോടുകൂടിയ ഈ സൂര്യന് പൊങ്കാല സമർപ്പണം നടത്താവൂ. ഇല്ലെങ്കിൽ നത്തിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന അവസ്ഥയാവും.